ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയൊരു കോയിൻ പൊറോട്ട ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ബൺ പൊറോട്ട, കോയിൻ പൊറോട്ട എന്നൊക്കെ പറയും. അതായത് കുഞ്ഞൊരു പൊറോട്ട അത് ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കോയിൻ പൊറോട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ പൊറോട്ടനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഈ പൊറോട്ടക്കാണ്. നല്ല സോഫ്റ്റ് പൊറോട്ടയൊക്കെ കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. അപ്പോൾ അതാ ഞാൻ പൊറോട്ട തയ്യാറാക്കാൻ വേണ്ടി അങ്ങനെ 1 കിലോ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി 1 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി 1 നുള്ളു സോഡാപ്പൊടി. പൊടികളെല്ലാം ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒരു കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ ഞാനതിലേക്ക് 1/2 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ കോഴിമുട്ടയൊക്കെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് എല്ലാം കൂടി കൂടിയിട്ട് പൊടി നല്ലപോലെ നനച്ചെടുക്കുക. എന്നിട്ട് ബാക്കി പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ നനച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് തികയാത്തത് വെള്ളം ചേർത്തിട്ട് വേണം നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഫുള്ളും പൊടി പാലും കൊണ്ട് തന്നെ നനച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് പാൽ മതി. പിന്നെ പൊറോട്ടയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഞാൻ ആ കപ്പിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ഞാൻ ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ. വെള്ളം ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതങ്ങനെ ഞാൻ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുക്കുകയെന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ പൊടിയും പാലും വെള്ളമൊക്കെ കൂടി കൂട്ടിയിട്ട്. അപ്പോൾ അതാ ഞാനിങ്ങനെ ടേബിൾ ടോപ്പിൻ്റെ മുകളിലിട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മളിത് എത്രത്തോളം കുഴച്ചെടുക്കണം അത്രത്തോളം ഇരിക്കും നമ്മൾ പൊറോട്ടൻ്റെ സോഫ്റ്റ്. അപ്പോൾ അത് നല്ലോണം കൈ വെച്ചിട്ട് വലിച്ച് നീട്ടി നല്ലോണം കുഴച്ചെടുക്കുക. അപ്പോൾ അത് അതേപോലെ നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ. ഇത് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ 2 മണിക്കൂറെങ്കിലും ഇത് മാറ്റി വെക്കണം. അപ്പോൾ പൊടി നല്ലോണം സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ പൊറോട്ടയും അടിപൊളിയായി കിട്ടും. അപ്പോൾ അതങ്ങനെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഞാൻ നേരത്തെ പൊടി കുഴച്ച പാത്രത്തിൽ തന്നെ ഇട്ട് വെക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് അധികം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊടി ഡ്രൈ ആകാതെ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാ ഭാഗത്തൊന്നും ആക്കിയിട്ട് ഒരു തോർത്തോ ടർക്കിയോ തുണിയോ എന്തെങ്കിലും നനച്ചിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് കവർ ചെയ്ത് വെക്കുക നമുക്ക്. അല്ലെങ്കിൽ മാവ് പെട്ടെന്ന് ഇത് ഉണങ്ങി പോകും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ടവലോ തോർത്തോ ടർക്കി എന്തെങ്കിലും ഒന്ന് നനച്ചിട്ട് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് അടച്ചിട്ട് ഒരു 2 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഇതിന് മാവ് നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ അതാ ഞാൻ 2 മണിക്കൂറിലധികം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ഇടയിലൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഒന്നും കൂടി നോക്കാം. അപ്പോൾ അതാ മാവൊക്കെ നല്ല സോഫ്റ്റായി നല്ല കുഴഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം മാവ് നല്ല സോഫ്റ്റായി എന്നുള്ളത്. ഇനി ഇത് നമുക്ക് ഓരോ ഉരുളകളാക്കി എടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഇത് പാത്രത്തിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് നമുക്ക് ഇത് ഓരോ ഉരുളകളാക്കി എടുക്കുക. അതിങ്ങനെ ഉരുട്ടി നീട്ടി വെച്ചിട്ട് ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ ഞാനിതാ ഇതിങ്ങനെ തന്നെയാണ് ഉരുളകളാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് മാവ് കണ്ടിട്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലാണുള്ളത്. അപ്പോൾ അത് അതേപോലെ ഓരോ ബോളാക്കിയിട്ട് എടുക്കുക. നമ്മൾ വലിയ പൊറോട്ട ഉണ്ടാക്കുന്ന മാതിരി കുറേ വലിയ ബോളൊന്നും വേണ്ട, ഒരു മിനിമം ഒരു ചെറിയൊരു ബോൾ, ഒരുപാട് വലുതല്ലെന്നും നന്നാ ചെറുതല്ലാത്ത രൂപത്തിൽ ഇതേപോലെ ഓരോ ബോളാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് മുഴുവനും അങ്ങനെ ബോളാക്കി എടുക്കട്ടെ. ഇതിങ്ങനെ ചെറിയ ഉരുളകളാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ വലിയ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ ഇത് വീശി അടിച്ചിട്ട് 2 മുറിക്കണമൊന്നുമില്ല. ഇത് ഓരോ ബോളും ഓരോ പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെറിയ ബോളാക്കി എടുക്കാൻ പറഞ്ഞത്.
അപ്പോൾ അതാ ഞാൻ ആ മാവ് മുഴുവൻ ഇങ്ങനെ പിന്നെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പാത്രത്തിൽ ഓയിൽ നമുക്ക് തന്നെ മുകളിലൂടെ ഒന്നും കൂടി പിന്നെ ബ്രഷ് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്നും കൂടി നമുക്കൊരു 5-10 മിനിറ്റ് ഒന്നും കൂടി മൂടി വെക്കാം. അപ്പോൾ അതാ തോർത്ത് വെച്ചിട്ട് തന്നെ ഞാനൊന്നും കൂടി മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5-10 മിനിറ്റൊക്കെ അങ്ങനെ മൂടി വെക്കുക. അപ്പോൾ അതാ ഞാനങ്ങനെ ഒരു 10 മിനിറ്റ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്തിട്ട് പൊറോട്ടയുടെ പോലെ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതാ ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് എണ്ണ പിന്നെ ടേബിൾ ടോപ്പിലും പിന്നെ മാവിൻ്റെ മുകളിലൊന്ന് പരട്ടിയിട്ട് ഇതേപോലെ ഒരു കുഴൽ വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് നല്ല കനം കുറച്ചിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കണം. എത്രത്തോളം കനം കുറക്കാൻ പറ്റുമോ അത്രത്തോളം കനം കുറച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ നല്ലോണം കനം കുറച്ചിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. വീശാൻ അറിയാത്തവർക്കാണ് ഇങ്ങനെ കുഴൽ വെച്ചിട്ട് പരത്താൻ പറയുന്നത് കേട്ടോ. വീശാൻ അറിയുന്നവർക്ക് പിന്നെ അതായിരിക്കും എളുപ്പം. അപ്പോൾ അതാ അതിൻ്റെ മേലെ കുറച്ചും കൂടി ഓയിൽ തേച്ച് കൊടുത്തിട്ട് ഇത് 2 സൈഡിൽ നിന്ന് അങ്ങനെ മടക്കി വെക്കുക കേട്ടോ ഇതേപോലെ. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഒരു തലക്ക് നമുക്കിങ്ങനെ ചുരുട്ടി എടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിച്ചെടുക്കുമ്പോൾ നമുക്ക് ലെയറായിട്ട് പൊറോട്ട കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേപോലെ ചുരുട്ടി എടുത്തിട്ട് 2 സൈഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലേക്ക് ബാക്കി പിന്നെ ഒരു ഭാഗം അങ്ങനെ മടക്കിയിട്ട് ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ നമ്മൾ ഒരു പിന്നെ ബോൾ വെച്ചിട്ട് നമുക്കൊരു പൊറോട്ടക്കുള്ള മാവ് ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കങ്ങനെ ഓരോന്നും ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ അതേപോലെ മടക്കിയെടുക്കണം കേട്ടോ. നമ്മൾ മറ്റേതുപോലെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കുകയല്ല, അങ്ങനെ വെക്കുമ്പോൾ ഒന്നും കൂടി എളുപ്പമാണ്. അപ്പോൾ അത് ഞാൻ ഒന്നും കൂടി നേരെ കാണിച്ചത് അതെങ്ങനെ ചുരുട്ടിയെടുത്തെന്നുള്ളത്. അപ്പോൾ അത് 2 സൈഡിൽ ഞാനങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ഒരു തലക്കൊന്ന് നമുക്കങ്ങനെ ചുറ്റി കൊണ്ടുവരിക. ഇത് കൊണ്ടുവന്നിട്ട് ഇതേപോലെ ബാക്കി ഭാഗം ഇതിൻ്റെ അടിയിലേക്ക് തിരികെ വെച്ച് കൊടുക്കുക. പുറത്തേക്ക് പോരാത്ത രൂപത്തിൽ അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചാൽ മതി. അപ്പോൾ അതാ ഞാൻ അങ്ങനെ ഓരോന്നും അങ്ങനെ ആക്കി വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് വീശിയിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. പൊറോട്ട വീശാനൊന്നും ആദ്യം അറിയില്ലായിരുന്നു, ഇപ്പോൾ കുറേയൊക്കെ പഠിച്ചെടുത്തതാണ്. അപ്പോൾ അതാ അങ്ങനെ നല്ലപോലെ ഒന്ന് വീശിയെടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ ആദ്യം കാണിച്ച പോലെ തന്നെ 2 സൈഡൊന്നും മടക്കി വെക്കുക, ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ട്. എന്നിട്ടിപ്പോൾ കാണിച്ച പോലെ തന്നെ ഒരു തലക്കൊന്ന് അങ്ങനെ ചുറ്റി എടുക്കുക. എന്നിട്ടൊരു ഭാഗം ഒരു സൈഡിലേക്കൊന്ന് ഉള്ളിലേക്കാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ കേട്ടോ. അതായത് ഓരോന്നിനും മുകളിൽ ഞാനങ്ങനെ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ആ മാവിൻ്റെ മുകളിൽ ഒഴിച്ചെടുത്ത ഓയിൽ തന്നെയാണ് ഞാനത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഓയിൽ ഒഴിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ആദ്യം വെച്ചത് ആദ്യം എടുത്തിട്ട് പരത്തിയിട്ട് നമുക്ക് പൊറോട്ട ആക്കിയിട്ട് ചുറ്റെടുക്കാം. അപ്പോൾ പരത്താനൊന്നും ഒരുപാട് പണിയില്ല കേട്ടോ. നമ്മൾ ഉള്ളം കൈ വെച്ചിട്ട് പതുക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. നമ്മൾ ഉള്ളം കൈയുടെ വലുപ്പത്തിൽ പിന്നെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. കൈ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ അതാ അങ്ങനെ ഒന്ന് ഞാൻ ചട്ടിയിലിട്ടിട്ടുണ്ട്. ഞാൻ അടുത്തതും കൂടി അങ്ങനെ പരത്തിയിട്ട് നമുക്ക് ചട്ടിയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനത്തെ പൊറോട്ട ആയതുകൊണ്ട് എത്ര ചെറിയ ചട്ടിയാണെങ്കിലും 2-3 എണ്ണോ 4 എണ്ണമൊക്കെ ഇട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇത്ര പോകുന്ന ചട്ടിയിൽ മറ്റേ പൊറോട്ട ആണെങ്കിൽ ഒന്നേ ചുടാൻ പറ്റുള്ളൂ. ഇതിലാകുമ്പോൾ 4 എണ്ണം വെച്ച് കൊടുത്ത് ഞാൻ ചുടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നും വെച്ച് പരത്തിയിട്ട് നമുക്ക് ചട്ടിയിലിട്ടിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കാം കേട്ടോ. ഫ്ലെയിം ഒരുപാട് കൂട്ടി കൊടുക്കരുത്, ഒരു മീഡിയത്തിലിട്ടാൽ മതി. ഫ്ലെയിം ഒരുപാട് കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും, വെന്ത് കിട്ടൂല. അപ്പോൾ അത് അതേപോലെയാണ് കേട്ടോ. ഉള്ളം കൈ വെച്ചിട്ടൊന്ന് പതുക്കെ അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ ഒരു ഭാഗം ഒഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ ഭാഗം കൂടി മറിച്ചിട്ട് കൊടുക്കുക. തീ ഒരുപാട് കൂട്ടി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയേ ഉള്ളൂ കേട്ടോ. കുറച്ച് കട്ടിയിലുള്ളതല്ലേ, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടൂല. അപ്പോൾ മീഡിയത്തിലിട്ടിട്ട് നമുക്കിത് ഒരു 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിത് ചുട്ടെടുക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ കുറേശ്ശെ ഓയിലൊക്കെ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് കനം കൂടിയതായതുകൊണ്ടാണ് പിന്നെ തീ കുറച്ച് വെച്ചിട്ട് ചുട്ടെടുക്കണം എന്ന് പറയുന്നത് കേട്ടോ.
അപ്പോൾ അതായതൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഞാനിത് ചട്ടിയിൽ നിന്ന് എടുക്കട്ടെ. അപ്പോൾ അത് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ കൈ വെച്ചിട്ട് നമ്മൾ സാധാ പൊറോട്ട ചെയ്യുന്ന പോലെ തന്നെ തട്ടി കൊടുത്തിട്ട് ഇത് ലെയറാക്കിയിട്ട് എടുക്കുക നമുക്ക്. ഇതിപ്പോൾ ഞാൻ നല്ല ചൂടോടെ തന്നെ അങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ, എന്നാലേ പൊറോട്ട നല്ല ലെയറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് കണ്ടില്ല, നല്ല സോഫ്റ്റാണ്, നല്ല ലെയറായിട്ട് ഇരിക്കണ പൊറോട്ടയാണ് കേട്ടോ. ഇതൊരു പ്രാവശ്യമെങ്കിലും നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് പൊറോട്ടക്ക്. അപ്പോൾ അതാ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് പൊറോട്ടയൊക്കെ നല്ല അടിപൊളിയാക്കി ശരിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ആവി പറക്കണ പൊറോട്ട കണ്ടില്ലേ, കണ്ടോ, നല്ല നൂല് പോലെ ഇരിക്കണല്ലേ. അപ്പോൾ നമ്മൾ പൊറോട്ടയൊക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പൊറോട്ടയൊക്കെ കൂട്ടിയത് കുക്കർ ചിക്കനും കൂടി കൂട്ടിയിട്ടാണ് ഞങ്ങൾ പൊറോട്ട കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചിക്കൻ്റെ റെസിപ്പി ഞാനിപ്പോൾ ഇതിലിടുന്നില്ല, ഞാൻ അടുത്തൊരു വീഡിയോയിലിടാം. എല്ലാം കൂടി ആകുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തായി പോവും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അത് കണ്ടിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ ഒന്ന് പറയണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാനുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.